നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മുവിന്റെ കല്യാണം നടത്തിയത് നമ്മളല്ല. നമുക്കത്തരം കാര്യങ്ങളിൽ ഒരു ബന്ധവുമില്ല. ഒരു കണക്കിന് ഇവിടെയുള്ളവർ വേട്ടയാടുന്നത്. അമ്മുവിന് ഇഷ്ടമില്ലാത്തതിന്റെ പിറകെ പോകേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞത് തന്നെ സത്യം. അവന്റെ കൂടെ ജീവിക്കാൻ അമ്മു തയ്യാറാവാത്ത കാലത്തോളം ഈ അന്വേഷണം നിങ്ങളൊന്ന് നിർത്ത്. നിനക്കെന്താ കാവേരി ഇതിൽ ഇത്ര വലിയ ഉത്കണ്ഠ? അമ്മുന്റെ സങ്കടം കാണാൻ കഴിയാഞ്ഞിട്ട് തന്നെയാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അമ്മു, ഇവരുടെ ഈ വിചാരണയ്ക്കൊന്നും നീ കൂട്ടു നിൽക്കണ്ട. നീ പോയേ. ശ്രീകുട്ടി കരുതുന്നത് അമ്മുന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ച അമ്മുന് ഡിവോഴ്സ് കിട്ടുമെന്നല്ലേ? ഞാൻ അവൾക്ക് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കും. അമ്മുനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഡിവോഴ്സ് പെറ്റീഷനിൽ അവള് സൈൻ ചെയ്യാൻ വന്നിട്ട് വേണ്ടേ? എന്നോട് അമ്മു പറഞ്ഞതാ അത്. അവന്റെ മുന്നിൽ പോലും പോവില്ലെന്ന് പറഞ്ഞവളാ കോടതി കയറി ഇറങ്ങുന്നത്. ദയവായി നിങ്ങൾ ഈ നാടകം ഒന്ന് നിർത്ത്. എനിക്ക് പറയാനുള്ളതും അത് തന്നെ. ആ പെണ്ണിന് വല്ല ജോലി വാങ്ങിക്കൊടുത്ത് ഈ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ നോക്ക്. എനിക്ക് പിറക്കാതെ പോയ മകളാണെന്ന് സെന്റിമെന്റ്സ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവളെ ഇവിടെ നിർത്തിക്കൊണ്ടു പോകുന്നത് ഈ കുടുംബത്തിന് ദോഷമായിട്ട് മാറും. അതിലെന്താ വലിയ ചിക്കിത്ര സംശയം? ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്കാർക്കും അറിയാത്ത പല കാര്യങ്ങളും ഇവിടെയുള്ള 3 പേർക്കറിയാം. ഈ വീട്ടിലൊരു ഗ്രൂപ്പ് സ്വന്തമായി ഉണ്ടാക്കിയിട്ടാ അമ്മു എന്ന ലക്ഷ്മി ഇവിടെ ചുവടുറപ്പിച്ചു നിൽക്കുന്നത്. എന്തായാലും കവിതയുടെ വാക്ക് വെറും വാക്കാവില്ല. എവിടേക്കാ ഈ സംസാരിച്ചു നിന്നത്? പ്രഭ വരട്ടെ. ഈ അന്വേഷണം എനിക്ക് ഇന്ന് അവസാനിപ്പിക്കണം. കവിത ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു. ഓഫീസിന് ഇതൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്നത്. സഞ്ജുവിനോടാണെങ്കിലോ മുഖത്തടിച്ച പോലത്തെ ഒരു പെരുമാറ്റമാ. പ്രായം കൂടി വരുമ്പോ ഫ്രസ്ട്രേഷൻ പുറത്തിയാടി വരുക. ദിനേശ് ഏട്ടനൊന്ന് നാവടക്കുന്നുണ്ടോ? പറഞ്ഞു അതിൽ കടക്കുക. ആർക്കാടി ഇതൊക്കെ അറിയാത്തത്? രാജു, നീ വാടാ, ബാക്കി പണി വീണ്ടും പുറത്താ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.